ബിസിനസ് ചെയ്യുന്നവരെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ തുടരെ ഇങ്ങനെ നഷ്ടങ്ങൾ വരുമ്പോൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടോ എന്ന് അവരൊന്ന് ചിന്തിക്കണം. നമ്മുടെ തൊഴിലിന്റെ ദിക്കിലുണ്ടാവുന്ന പ്രശ്നങ്ങളും നമ്മുടെ ബിസിനസിനെ ബാധിക്കും. നമുക്ക് സൗഭാഗ്യത്തെ കൊണ്ടുവരാനും നമ്മുടെ സൗഭാഗ്യത്തെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഒരു ചിത്രത്തിൽ പോലുമുണ്ട്. പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫെങ്ഷുയിൽ എന്ന് പറയുന്നത് സൗഭാഗ്യങ്ങളെ പിടിച്ചു വാങ്ങിക്കാൻ പറ്റുമെന്നാണ്. പ്രശസ്ത വാസ്തു ഫെങ്ഷുയി കൺസൾട്ടന്റായ സുരേഷ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. ഇപ്പൊ പല രീതിയിലുള്ള ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ തന്നെ അതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഉയർച്ചയിലേക്ക് വരാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? അതില് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും, അല്ലാതെ സാധാരണ ജീവിതം നടത്തുന്നവരായിരിക്കും, പലരും പല രീതിയിലുള്ളവരായിരിക്കും. ബിസിനസ് ചെയ്യുന്നവരെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അവർ നല്ല സ്മൂത്തായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവർക്ക് നിരന്തരം ചില ഒന്ന് മാറി ഓരോരോ പ്രോബ്ലംസ് ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പം ജീവിതത്തിൽ പരാജയങ്ങൾക്ക് കാരണം പലതാണ്. എല്ലാവർക്കും സാമ്പത്തികം തന്നെയല്ല. ചിലർക്ക് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും, സാമ്പത്തികമായിരിക്കും, തൊഴിലായിരിക്കും, പലർക്കും പലതായിരിക്കും. അപ്പോൾ അതിൽ സാമ്പത്തികമായിട്ടാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇപ്പം ഒരു നഷ്ടം വന്നു, വീണ്ടും അടുത്തൊരു നഷ്ടം വന്നു. അപ്പോൾ തുടരെ ഇങ്ങനെ നഷ്ടങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ അവർ ചിന്തിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടോ എന്ന് അവരൊന്ന് ചിന്തിക്കണം. നമ്മളെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം ഒരുപാട് വലിയ ബാധ്യതയിലേക്ക് അവർ ഒരുപക്ഷെ പോയിട്ടുണ്ടാവും. ചിലര് ഇതൊക്കെ തുടങ്ങുന്ന സ്റ്റേജ് ആയിരിക്കും, സ്ട്രഗിളിങ് തുടങ്ങുന്ന സ്റ്റേജ് ആയിരിക്കും. ചിലരെന്ന് പറയുന്നത് എൻ്റെ പകുതിയിൽ നിൽക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും കൂടി ഞാൻ പറയുകയാണ്, അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷുയി കൺസൾട്ടന്റിനെ കാണിക്കുക. ഫെങ്ഷുയി കൺസൾട്ടന്റിനെ കാണിക്കുക എന്നുള്ള ഗുണം എന്ന് പറയുമ്പോൾ പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, ഓരോ മുക്കും മൂലയും ഓരോ ടൂളും, നമ്മളുടെ ഉപയോഗിക്കുന്ന ഓരോ ടൂളും, നമ്മളുടെ ഓഫീസിലിരിക്കുന്ന ഒരു കലണ്ടർ പോലും അവരത് വാച്ച് ചെയ്യും. ഒരു ചിത്രത്തിന് പോലും നമുക്ക് സൗഭാഗ്യത്തെ കൊണ്ടുവരാനും നമ്മുടെ സൗഭാഗ്യത്തെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഒരു ചിത്രത്തിന് പോലുമുണ്ട്. അപ്പൊ നമ്മളത് മൊത്തത്തിൽ ഓരോന്നും വിശകലനം ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ വീടും നമ്മുടെ ഓഫീസും ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പം ഇവര് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന എന്താണ്, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇവർ വെയിറ്റ് ചെയ്ത് ഒരുപക്ഷെ അവർക്ക് ഇതിനെപ്പറ്റി അറിയാമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കാം ഇത് ശരിയാവും എന്ന് പറഞ്ഞു അവസാനം പോയി വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഇവർ പോകുന്ന ഒരു അവസ്ഥ കാണാം. ഇനി സാമ്പത്തികമായിട്ട് വരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയങ്ങൾ ഉണ്ടാവും. ഒന്ന്, നമ്മുടെ തൊഴിലിന്റെ ദിക്കിലുണ്ടാവുന്ന പ്രശ്നങ്ങളും നമ്മുടെ ബിസിനസിനെ ബാധിക്കും. രണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഫെങ്ഷുയി പ്രകാരം സൗത്ത് ഈസ്റ്റ്, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പം ആദ്യം നിങ്ങൾ നല്ലൊരു വിജയം അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഉറപ്പായിട്ടും നല്ലൊരു ഫെങ്ഷുയി കൺസൾട്ടന്റിനെ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിന്റെ പരിഹാരങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുക. നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിൽക്കുന്ന ഫെങ്ഷുയിയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണ്? എല്ലാ വീട്ടിലും, ലോകത്തുള്ള എല്ലാ വീട്ടിലും ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ റൂമിലെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് അവരൊന്ന് മനസ്സിലാക്കുക. കാരണം അതൊരു ടോട്ടൽ ലോസിന്റെയോ കടബാധ്യതയുടെയോ അല്ലെങ്കിൽ കലഹത്തിന്റെയോ നമ്പർ ആണോ എന്ന് അവരൊന്ന് തിരിച്ചറിയണം. ആണെങ്കിൽ ഒന്നുകിൽ ആ റൂം മാറണം, അല്ലെങ്കിൽ അതിന് യഥാവിധി പരിഹാരം ചെയ്യണം. എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള പരിഹാരങ്ങളാണ് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എൻട്രൻസ്, അത് നമ്മുടെ ബെഡ്റൂം നോക്കി, ബെഡ്റൂമിലെ സ്റ്റാർ ഏതാണെന്ന് നോക്കി, ബെഡ്റൂമിലെ സ്റ്റാറിന് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് എൻട്രൻസിലും ഇതുപോലെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ട്. ആ സ്റ്റാറും ഏതാണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ എൻട്രൻസിൽ നിൽക്കുന്ന ഒരു ടോട്ടൽ ലോസിന്റെ ആണെങ്കിൽ നമ്മൾ മൊത്തം നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോഴത്തെ അതുപോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന കടബാധ്യതയുടെയും പറ്റിപ്പിന്റെയും നക്ഷത്രമാണെങ്കിൽ നമ്മളെ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുക, നിങ്ങളുടെ ബെഡ്റൂമിലെയും നിങ്ങളുടെ എൻട്രൻസിലെയും നമ്പറുകളെ നിങ്ങളൊന്ന് തിരിച്ചറിയുക. ഞാൻ ഈ പറയുന്ന നമ്പർ ആനുവൽ നമ്പർ അല്ല, ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. ആനുവൽ നമ്പർ നമുക്ക് എല്ലാവർക്കും യൂട്യൂബിന്റെ അതിന്റെ പ്രോഗ്രാം കാണുന്നവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. അപ്പൊ അതനുസരിച്ച് സർ, ചില ആൾക്കാർ നോക്കുമ്പോൾ അവര് നല്ല സക്സസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും അവർക്കൊരു ഡൗൺഫോൾ സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവർക്ക് ഞാൻ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ പറഞ്ഞു. അപ്പൊ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഒരുപക്ഷെ അവർക്ക് നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറിലായിരിക്കും പോകുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ വർഷവും വരുന്ന ഒരു ആനുവൽ സ്റ്റാർ നമ്പർ ഉണ്ട്. അത് നമുക്ക് ലോകത്തെല്ലായിടത്തും സെയിം ആണ്. ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. ആനുവൽ സ്റ്റാർ ലോകത്ത് എല്ലായിടത്തും സെയിം ആണ്.
ഇപ്പൊ ഉദാഹരണത്തിന് നല്ല ഗ്രോത്തിലേക്ക് പോകുന്ന ഒരാളെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വർഷം തുടങ്ങി, ഇപ്പൊ ഇന്നിപ്പം നമുക്ക് മെയ് മാസം ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിനകത്ത് വെച്ചിട്ട് ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ടേ നഷ്ടങ്ങൾ തുടങ്ങി ഭയങ്കര നഷ്ടങ്ങൾ അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷം തീരുമ്പോഴത്തേക്ക് അവർ പൂർണ്ണമായും ഒരുപക്ഷെ സാമ്പത്തിക തകർച്ച അനുഭവിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാതിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഈ വർഷം 5ആണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിന് മുൻകാലങ്ങളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ വരും കാലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ വാതിൽ വരുന്ന നക്ഷത്രം അത് 9 വർഷത്തിൽ ഒരിക്കൽ 5 വരും. ആ 5 നമ്മുടെ വാതിലുണ്ടോ നമുക്കത് ടോട്ടൽ ലോസ് ആണ്. 5ന്റെ പേരെന്ന് പറയുന്നത് തന്നെ ടോട്ടൽ ലോസ് ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആരോഗ്യപരമായിട്ടായിരിക്കും, ചിലപ്പം സാമ്പത്തികപരമായിട്ടായിരിക്കും, ചിലപ്പം തൊഴിൽപരമായിട്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങളും ഈ 5 കൊണ്ടുവന്ന് തരും. അപ്പൊ നമ്മുടെ ഈ 5 വാതിലിൽ വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഇനി ഒരുപക്ഷെ വാതിലിൽ 5 വന്നില്ല, ഇദ്ദേഹം കിടക്കുന്ന ബെഡ്റൂമിലാണ് 5 വന്നിരുന്നെങ്കിലും ഇതേ സെയിം എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ നമ്പറുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചതായിരിക്കും. പിന്നെ പല വ്യക്തികൾക്കും വ്യക്തിപരമായിട്ട് ഇത് സ്വാധീനിക്കും. ഇപ്പൊ ഈ ആനുവൽ സ്റ്റാർ വീട്ടിൽ വന്നു അല്ലെങ്കിൽ ബെഡ്റൂമിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും വരുന്നുണ്ട്. ഇപ്പൊ ഓരോ വ്യക്തിക്കും ഒരേ കുവാ നമ്പർ ഉണ്ട് ഫംഗ്ഷനില്. ഇപ്പൊ നമ്മുടെ കുവാ നമ്പർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുവാ നമ്പർ ഇരിക്കുന്ന ഗ്രിഡിലേക്ക് ആ വർഷം വരുന്ന നക്ഷത്രം നമ്മളെ സ്വാധീനിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് 2025 നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അവിടുത്തെ ഉള്ള ബേസിക് ലോഷോ ഗ്രിഡില് അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 8 നിപ്പുണ്ട്. അപ്പൊ 8 കുവാ നമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവിടത്തേക്ക് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അത് ടോട്ടൽ ലോസ് ആണ്. അപ്പൊ 8കാരനെ എങ്ങനെ സ്വാധീനിക്കും ഈ വർഷം? ടോട്ടൽ ലോസ് ആണ്. കാരണം ഈ ലോഷോ ഗ്രിഡിൽ അവന്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ 2025 ഫെബ്രുവരി 4 എന്തെത്തി? 5 എത്തി. അപ്പൊ അത് വ്യക്തിപരമായിട്ട് അയാളെ ബാധിക്കും. അപ്പൊ വ്യക്തിപരമായിട്ട് 5 വന്നാലും പ്രശ്നം ഉണ്ടാവും, നമ്മുടെ വാതിലിലോ നമ്മുടെ ബെഡ്റൂമിലോ വന്നാലും ഇത്തരത്തിലുള്ള ടോട്ടൽ ലോസിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതേപോലെ തന്നെ പ്രോസ്പെരിറ്റി ആയിട്ടുള്ള സ്റ്റാറും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കുവാ നമ്പർ 3 ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോഷോ ഗ്രിഡിൽ അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് വശത്താണ്. ആ കിഴക്കിൽ ഈ 2025 വന്നിരിക്കുന്ന സ്റ്റാർ 9 ആണ്. ആ വ്യക്തിക്ക് പക്ഷെ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. അവൻ നനച്ചിരിക്കാത്ത ഒരുപാട് നേട്ടങ്ങൾ ഈ വർഷം അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ഗ്രിഡിൽ വരുന്ന സ്റ്റാർ വ്യക്തിപരമായി നമ്മളെ ബാധിക്കുകയും നമ്മുടെ ബെഡ്റൂമിലോ നമ്മുടെ വാതിലിലോ വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറും നമ്മളെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരം കാരണങ്ങളാൽ ഒരു വർഷം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരികയോ അല്ലെങ്കിൽ താഴ്ചയിലേക്ക് പോവുകയോ ഒക്കെ ഈ സ്റ്റാറിന്റെ സ്വാധീനം കൊണ്ട് സംഭവിക്കും. അപ്പൊ നമ്മളിപ്പോ ആദ്യം ഒരാളെ കൺസൾട്ട് ചെയ്തു, വീട് വെച്ചു എന്നിരിക്കട്ടെ, എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒരു കൺസൾട്ടേഷൻ നല്ലതാണ്, ആനുവലി നല്ലതാണ്. കാരണം ഈ ആനുവൽ സ്റ്റാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഒരു ഒറ്റ തവണ കൺസൾട്ട് ചെയ്താലും മതി. ഇപ്പൊ നിങ്ങൾ വീടൊരു ഫെങ്ഷി കൺസൾട്ടന്റ് കൺസൾട്ട് ചെയ്തു. കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീടിന്റെ പ്ലാൻ എടുത്തിട്ട് ആ വീടിനെ കറക്റ്റ് 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് തരും. ഈ ചാർട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ വർഷാവർഷം നിങ്ങൾ ഈ ആളിനെ വിളിച്ച് കൺസൾട്ടിങ് ഫീസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അതെന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ ഈ ചാർട്ടിൽ എവിടെയാണ് നിങ്ങളുടെ മെയിൻ ഡോർ എന്നുള്ളത് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആനുവൽ സ്റ്റാർ ഏതാണെന്നുള്ളത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. 2025 ആനുവൽ സ്റ്റാർ ഏതൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഈസ്റ്റിൽ ഇന്ന നമ്പർ വന്നിരിക്കുന്നു, വെസ്റ്റിൽ ഇന്ന നമ്പർ വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ പോരെ. എന്റെ ഡോർ വന്നിരിക്കുന്ന നോർത്ത് ഈസ്റ്റിലാണ്, അവിടെ ഈ വർഷം ഏത് നമ്പർ വന്നിരിക്കുന്നു? 5 ആണ്. 5 ആകുമ്പോഴത്തേക്ക് ടോട്ടൽ ലോസ് ആണ്. അപ്പൊ ഞാൻ ഈ വർഷം എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് പരിഹാരമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ജനുവരിയിൽ ചെയ്തുകൂടെ? അപ്പൊ ഈ സ്റ്റാർ എന്തായാലും വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാഠിന്യം കുറയും. ഈ സ്റ്റാറിനൊരു ക്യൂർ നമ്മൾ കൊടുത്തു. ഒരാൾ വന്ന അടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രതിരോധിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചാർട്ട് എടുത്തപ്പോഴത്തേക്ക് നിങ്ങളുടെ വാതിൽ ഈ വർഷം കിഴക്കാണ് വാതിൽ, നല്ല സ്റ്റാർ വന്നിരിക്കുന്നു, 9 വന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് സമ്പത്തിന്റെ വർഷമാണിത്. കൂടുതൽ ഗുണം കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? കിഴക്ക് ഭാഗത്ത് ഒരു ലക്കി പാമ്പ് വയ്ക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ വെക്കാം. അതൊക്കെ അതിന്റെ സമ്പത്ത് ഈ വർഷം വർദ്ധിപ്പിക്കും. ഗുണമാണെങ്കിൽ ആ ഗുണത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാനും, ദോഷമാണെങ്കിൽ അതിന് പരിഹാരവും ഇതിനകത്തുണ്ട്. അപ്പൊ എല്ലാ വർഷവും ഇപ്പൊ ചില ആൾക്കാർ പേടിക്കുന്നുണ്ട്, എല്ലാ വർഷവും പുള്ളിയെ വിളിച്ച് ഫീസ് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിക്കുന്നു. ഒരിക്കലും ഇല്ല. ഒറ്റ തവണ കൺസൾട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഫോളോ അപ്പ് ചെയ്താൽ അതിന്റെ ഗുണം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. നമ്മൾ കൺസൾട്ടും ചെയ്തിട്ടില്ല, ഫോളോ അപ്പും ചെയ്തിട്ടില്ല. നമുക്ക് വരുന്നത് നമ്മൾ അനുഭവിച്ച് തീർക്കുന്നു. മറ്റത് കണ്ണി കൊള്ളാനുള്ളത് പുരിയത്തോണ്ട് പോകുന്ന രീതിയിൽ നമുക്ക് അതിനെ തടയിടാൻ പറ്റും. അപ്പൊ ക്രൈസിസ് ഉള്ളവര് പല രീതിയിലും ആലോചിക്കുക അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ടായ വിജയ പരാജയങ്ങൾക്ക് കാരണം നാം താമസിക്കുന്ന വീടാണ്.
അപ്പോൾ ആ വീടിനെ നമ്മൾ യഥാവിധി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രശ്നങ്ങളെ പരമാവധി കുറയ്ക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ഫെങ്ഷുയിലൂടെ സാധിക്കും. ഫെങ്ഷുയിൽ എന്ന് പറയുന്നത് സൗഭാഗ്യങ്ങളെ പിടിച്ചു വാങ്ങിക്കാൻ പറ്റുമെന്നാണ്. കാരണം അവിടെ ഇന്ന സ്റ്റാർ വരുന്നു, ഇപ്പൊ കിഴക്ക് ഇന്ന സ്റ്റാർ വന്നു, അതിന്റെ കൂടുതൽ സമ്പത്ത് എനിക്ക് വേണം, അപ്പൊ അത് പിടിച്ചു വാങ്ങിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ടൂൾ ഞാൻ അവിടെ കൊടുക്കുക. ആ രീതിക്ക് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു എപ്പിസോഡ് കാണുന്ന ക്രൈസിസിലൂടെ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു എപ്പിസോഡ്. അതല്ല, അത് കൂടാതെ നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണം, സാറിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സാർ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സും തുടർന്ന് കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.